ഹലോ ഫോക്സ്, ഹോപ്പ് എവരിബഡി ഈസ് ഡൂയിങ് ഗുഡ്. നമ്മൾ ഈ ഒരു ചാനലിൽ കുറേ നാളായി വീഡിയോ എന്തെങ്കിലും ചെയ്തിട്ട് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യേണ്ടായിരുന്ന ഒരു ത്വര അങ്ങോട്ട് പോയോന്ന് എനിക്ക് തന്നെ ഇപ്പോൾ സംശയം. എനിവേ ഇതൊരു സാറ്റർഡേ ആണ്. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഓഫീസിൽ പോകണ്ട. അപ്പം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ഗാർഡൻ ഏരിയയിലേക്ക് ഞാനിങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഇന്നൊരു കണ്ടന്റ് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുന്നേ ചെയ്ത വീഡിയോയിലൊക്കെ കുറെ പേര് ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമന്റ് സെക്ഷനിൽ വന്നൊരു ചോദ്യം ഇത് വണ്ടിയിൽ ചെയ്ത ആക്സസറീസിനെ പറ്റിയായിരുന്നു. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് ഞാൻ ബ്രഷ് വാങ്ങിച്ചിട്ട് അതിൽ ചെയ്ത ആക്സസറീസ് എങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം, അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയാമെന്ന് വിചാരിക്കുകയാണ്. കണ്ടന്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം, നമ്മളെ ഈ ഒരു ചെറിയ ചാനൽ 2000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ അതിനൊരു നന്ദി പറച്ചിൽ വേണമല്ലോ. അങ്ങനെ ഒരു ക്ലീശ നന്ദി പറച്ചിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എനിക്കറിയാം, അതായത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ 2000 പേര് സബ്സ്ക്രൈബ് ചെയ്തത് അങ്ങനെ ഒരു വാവ് കണ്ടന്റ് ഞാൻ ഇട്ടതുകൊണ്ടൊന്നല്ല. എവിടെയൊക്കെ ഞാൻ പറയുന്ന പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ചെയ്തത് അധികം കാർ റിലേറ്റഡ് വീഡിയോസ് ആണ്. അപ്പോൾ ആ കാർ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കലി കാർ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി എന്ന് വന്നതോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറെ കാലം മുന്നേ ഈ പെട്രോൾ ഹെഡ്സ് ഒക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഗണത്തിൽപ്പെടുത്തുന്ന ആളൊന്നുമല്ല. മേ ബി ഞാൻ സ്വന്തമായിട്ടൊരു കാർ ആദ്യമായിട്ട് ഓൺ ചെയ്യുന്നത് 4-5 ഇയേഴ്സ് ബാക്ക് ആണ്. ഇതെന്റെ രണ്ടാമത്തെ വണ്ടിയാണ്. അപ്പോൾ ആ രീതിയിൽ പ്രാക്ടിക്കലി അല്ലെങ്കിൽ എന്താ പറയണ്ട, കുറച്ചുകൂടി പ്രാക്ടിക്കാലിറ്റി നോക്കിയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് എൻ്റെ കാർ റിലേറ്റഡ് ആയാലും ഞാൻ ഈ ചാനലിൽ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാരായിരിക്കണം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് 2000 പേർ. അപ്പോൾ എന്തായാലും ഒരു ക്ലീശ നന്ദി വർഷത്തിലേക്ക് പോകുന്നില്ല. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. ഐ വിൽ ട്രൈ ടു ഡു മൈ ബെസ്റ്റ്. എന്ത് കണ്ടന്റ് ചെയ്താലും ഇപ്പൊ കാർ റിലേറ്റഡ് തന്നെ ഇനി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, ചെയ്യുന്ന കണ്ടന്റിനോട് 120% നീതി പുലർത്തിയിട്ട് ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാന്നുള്ളതാണ് ഈ ഒരു ചാനലിൽ. തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു ഹോബി പ്രോജക്റ്റ് ആണ്. അപ്പോൾ സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കാം. ഓൾറൈറ്റ്, അപ്പൊ ഇന്നത്തെ കണ്ടന്റിലേക്ക് പോവാം. വലിച്ചു നീട്ടുന്നില്ല, കാട് കയറുന്നില്ല, ഇന്നത്തെ കണ്ടന്റിലേക്ക് പോവാം. നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ ആക്സസറീസിനെ പറ്റി ചിന്തിച്ചു തുടങ്ങും അല്ലെ. ഏതൊക്കെ നമ്മളിങ്ങനെ സ്വപ്നം കാണും, ഏതൊക്കെ ആക്സസറീസ് ഇറങ്ങുന്ന സമയത്ത് ആഡ് ചെയ്യണം, അപ്പം അതെങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങൂലേ. പക്ഷെ നമ്മളതിനെ പറ്റി സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങുക നമുക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ കോള് വരുമ്പോഴാണ്. വണ്ടി റെഡി ആയിട്ടുണ്ട്, ഇന്ന ദിവസം പുറത്തിറങ്ങും എന്ന് പറയുമ്പോഴാണ് ഏതൊക്കെ ആക്സസറീസ് വേണം എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ട ടൈം. ഇപ്പൊ ഒട്ടുമിക്ക മാനുഫാക്ചേഴ്സും ഒരു സെറ്റ് ഓഫ് ആക്സസറീസ് ഒരു കിറ്റ് പോലെ ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ ഇത് ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇത്ര ആക്സസറീസിന്റെ ഒരു കിറ്റ് ആഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട്. അപ്പോൾ കിയൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാരുതിയിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാനിത് എടുത്ത സമയത്ത് എന്തായാലും അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ആക്സസറീസിന്റെ ഒരു ലിസ്റ്റ് അയച്ചു തരും. അപ്പൊ അതിനകത്ത് നമുക്ക് ഏതൊക്കെ വേണമെന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്തിട്ട് അത് കൂടി ആഡ് ചെയ്തിട്ടാണ് ഡെലിവറി സമയത്ത് വണ്ടി റെഡിയാക്കി നിർത്തുക. ഓൾ റൈറ്റ്, അപ്പൊ ഇനി നമുക്ക് ഞാൻ ആഡ് ചെയ്ത ആക്സസറീസിന്റെ ലിസ്റ്റിലേക്ക് വരാം. നമുക്ക് സീറ്റ് കവർ നിന്ന് തുടങ്ങാം. ഇപ്പം ഈ ഒരു പുറകിൽ കാണുന്നത് ഈ ഒരു സീറ്റ് കവറാണ് ഞാനിപ്പോ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് മാരുതിയുടെ സർവീസ് സെന്ററിൽ തന്നെ ആഡ് ചെയ്തൊരു സീറ്റ് കവറാണ്. ഇതിനിപ്പോ ഏതാണ്ട് ഒരു 8000 രൂപയോളം ആയിട്ടുണ്ട്. സീറ്റ് കവർ ആ സമയത്ത് നോക്കുമ്പോൾ ആസ് യൂഷ്വൽ പല വിലയുടെ പല ക്വാളിറ്റിന്റെ അവൈലബിൾ ആയിരുന്നു. ഇപ്പൊ ഉള്ളതിൽ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതെന്ന് തോന്നിയൊരു സാധനമാണ് എടുത്തത്. ഞാൻ പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു 8000 രൂപയുടെ അടുത്താണ് ഇതിന് സീറ്റ് കവറിനായിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ സീറ്റ് കവർ ചെയ്യാൻ പുറത്തും ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ടല്ലോ, അപ്പൊ അവരെയും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഈ സർവീസ് സെന്ററിൽ തന്നെ എടുക്കാതെ പുറത്ത് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള സീറ്റ് കവറൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. ഞാൻ പിന്നെ മാരുതി തന്നെ ചെയ്തു. ഇത് ഇറങ്ങുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായില്ല. ഇത് ഞാൻ പിന്നെ ഒരു ദിവസം കൊണ്ടുപോയിട്ടാണ് ഈ സീറ്റ് കവർ ചെയ്തത്. നമുക്ക് ഒരു ഫസ്റ്റ് ഒരു ഫാബ്രിക് സീറ്റിന്റെ ഒരു ഫീല്, എനിക്ക് ആ ഫാബ്രിക് സീറ്റ് അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു സീറ്റ് കവർ ഇല്ലാതെ. പിന്നെ പിന്നെ പിള്ളേർക്ക് കയറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അഴുക്ക് കയറും, പിന്നെ കുറച്ച് പണിയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഒരു നല്ല സീറ്റ് കവർ ഇടാന്ന് പിന്നെ തീരുമാനിച്ചിട്ട് പിന്നെ മാരുതിയിൽ വിളിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ ചെയ്തത്. അപ്പൊ അതാണ് സീറ്റ് കവറിന്റെ കാര്യം. ദെൻ പിന്നെ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആക്സസറി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് കവറാണ്. ഇത് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് എന്ന് പറയേണ്ടി വരും. കാരണം ഇത് ഇവർ ചെയ്ത ഈ ഭാഗമൊക്കെ കണ്ടോ, ഇതിന്റെ ഈ കവർ തുന്നി വെച്ചിരിക്കുന്ന രീതിയൊക്കെ കണ്ടോ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞത് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ തുന്നി വെച്ചിട്ട് അങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ഒന്നാമത് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. ഇത് ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഇങ്ങനെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം പിന്നെയും കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു മോൾ ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഇതുണ്ടോ, ഇവിടെയൊക്കെ കവർ ആവുന്നില്ല അത്. അപ്പോൾ ആ ഒരു ഭാഗം അത് തുന്നിയത് പോലും വൃത്തിക്കല്ല തുന്നിയത്.
അപ്പോൾ ഒരു കുറച്ച് വലിയ ഗ്യാപ്പൊക്കെ വിട്ടിട്ടാണ് തുന്നിയിട്ടുള്ളത്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ കെട്ടി വെക്കണം, എന്നിട്ട് ഇത് അങ്ങോട്ട് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ തുന്നിയതായിട്ട് അത് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ എനിക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് ഒന്ന് മാറ്റിയിട്ട് ഇതിന്റെ ടോപ്പ് എൻഡ് വരുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ എടുത്തുള്ളത് ZXi ആണ്. അപ്പോൾ ZXi പ്ലസിന്റെ സ്റ്റിയറിംഗ് കുറച്ചുകൂടി എന്താ പറയുക ലെതർ റാപ്പ് വരുന്ന, മാനുഫാക്ചർഡ് ആയി തന്നെ ലെതർ റാപ്പ് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലായിരുന്നു. അപ്പോൾ അതിലേക്ക് മാറ്റണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന്റെ കുറച്ച് ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടായി. കുറച്ച് വണ്ടികളിലൊക്കെ ആക്സസറി ഷോപ്പിൽ നിന്ന് ഇത് ചെയ്തു കൊടുക്കുന്ന വീഡിയോസും കണ്ടു. പക്ഷെ അതൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ്. പക്ഷെ ഇവിടെ ഞാൻ ഷോറൂമിൽ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. സ്റ്റിയറിംഗ് പിന്നെ അത് കുറച്ച് സേഫ്റ്റിയുടെ മുകളിലുള്ള ഒരു കളിയും കൂടി ആയതുകൊണ്ട് ഞാൻ പിന്നെ അവസാനം വേണ്ടെന്ന് വെച്ചാണ്. ഇപ്പം അന്വേഷിച്ച് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും കിട്ടുമായിരിക്കും നമ്മുടെ നാട്ടിലും സ്റ്റിയറിംഗ് മാറ്റിയിട്ട് മറ്റേതിന്റെ സ്റ്റിയറിംഗ് വെക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് ഞാൻ ചെയ്തില്ല. അതിന് അറൌണ്ട് 10,000 കോസ്റ്റ് ഒക്കെ ആണ് അന്വേഷിച്ചപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പിന്നെ ലെതർ റാപ്പിലേക്ക് പോയത്, അല്ല ഈ ഒരു സ്റ്റിയറിംഗ് റാപ്പിലേക്ക് പോയത്. ഇത് തീരെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമല്ല. ഞാൻ ബട്ട് ലാസ്റ്റ് 1 year ഐ ബീൻ യൂസിങ് ദിസ്. അപ്പൊ ഇതിന്റെ ഒരു യൂസ് കേസ് വെച്ച് നോക്കുമ്പോൾ സാധാരണ ഒരു സ്റ്റിയറിംഗ് കവർ, അതിലപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഇതിനത്ര വലിയ വിലയൊന്നും ആയിട്ടില്ല തോന്നുന്നു. ഇതിനൊരു 1000 രൂപ 1200 രൂപ അങ്ങനെ എന്തോ ആയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം ഞാൻ ബാംഗ്ലൂർ നോക്കുന്ന സമയത്ത് 1200 രൂപക്ക് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ലെതർ റാപ്പ് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ മേ ബി അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. ഞാൻ അതെന്തായാലും ചെയ്യാൻ പോകുന്നുണ്ട്. മേ ബി ഒരു നെക്സ്റ്റ് മന്ത് ഞാൻ എന്തായാലും പോയിട്ട് ചെയ്യും. അതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു സ്റ്റിയറിംഗ് കവർ ചെയ്തത് തീരെ അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആക്സസറി എന്ന് പറയുന്നത് നമ്പർ പ്ലേറ്റിന് ഒരു ബോർഡർ ആണ്, ഒരു ബ്ലാക്ക് കളർ ബോർഡർ. അത് പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു ആക്സസറി ആണ്. അത് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അതൊരു ഉപകാരമുള്ള ആക്സസറി ആണ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വലിയ പൈസ ഒന്നും വന്നില്ല. എത്ര 500 രൂപ 600 രൂപ അങ്ങനത്തെ വന്നിട്ടുള്ളൂ, 2 ഫ്രണ്ടും ബാക്കും കൂടി അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ എല്ലാ വണ്ടിയിലും ചെയ്യുന്ന ഒരു സാധനം തന്നെ. അതായത് അതിനൊരു പുറത്തൊരു ബ്ലാക്ക് കളർ ബോർഡർ കൊടുക്കുക എന്നുള്ളത്. ഇപ്പം എന്താ പറയുക, ഇതിന്റെ നമ്പർ പ്ലേറ്റിന്റെ ഫോണ്ടൊന്നും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാൻ പറ്റില്ല. പണ്ടത്തെ പോലെ ഒരു സിംഗിൾ ഫോണ്ടിലേക്ക് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ബോർഡർ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓൾറൈറ്റ്. പിന്നെ ആക്സസറി ആയിട്ട് ആഡ് ചെയ്തത് ഈ ഒരു ഇല്ലുമിനാറ്റി അല്ല, ഇല്ലുമിനേറ്റിംഗ് ഒരു സ്റ്റിക്കർ ആണ്. അതായത് രാത്രി ഇതിങ്ങനെ തിളങ്ങും. അപ്പൊ ഇത് ആക്സിഡന്റലി ഞാൻ എടുത്തു പോയ ഒരു ആക്സസറിയാണ്. ഇത് ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിന് പകരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ബ്രസയുടെ വേറൊരു ആക്സസറി ഉണ്ട്. ഇതിന്റെ ഒരു സൈഡ് ഇങ്ങനെ വരുന്ന ഒരു വീഡിങ് ഉണ്ട്. അതായത് ഈ ഡോറിന്റെ സൈഡിൽ വരുന്ന ഒരു ലൈൻ ഉണ്ട്, ഒരു ക്രോം കളർ ലൈന്. അപ്പൊ അത് കുറച്ചൊരു നല്ലൊരു ഫിനിഷ് ആയിരുന്നു. ഇതിന്റെ ഇപ്പൊ ഇത് ബ്ലാക്ക് ആണുള്ളത്, അതിനെ പുറത്തൊരു ക്രോം കളറിന്റെ ഒരു ഫിനിഷ് വരുന്ന ഒരു ലൈന് പോകുന്നതായിരുന്നു. അതങ്ങനെ ഒരു വൃത്തികേടില്ലാത്തൊരു ക്രോം ആയിരുന്നു. കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന ഒരു ക്രോം ലൈൻ ആയിരുന്നു. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്, ഈ ആക്സസറി ഡിപ്പാർട്ട്മെന്റിലുള്ളവർ ഇതാണ് എനിക്ക് ചെയ്തു തന്നത്. അത് തന്നിട്ടില്ല. ഓക്കെ, ഞാൻ പിന്നെ അത് അതാണെങ്കിൽ അത് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് വിടുക ചെയ്തത്. അപ്പൊ ഈ ഒരു സാധനം രാത്രി, ഇതിന്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഡോർ ഓർക്കുമ്പോൾ ഇതിങ്ങനെ ലൈറ്റ് ചെയ്യും. അപ്പൊ അതാണ്, അതിനകത്ത് വേറെ വയർഡ് കണക്ഷനോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് അതൊരു ഫ്ലൂറസെന്റ് സ്റ്റിക്കർ പോലെ അതിങ്ങനെ തിളങ്ങുന്നതാണ്. അത് അത്ര അത്യാവശ്യമുള്ള സാധനം അല്ല. പിന്നെ വെറുതെ ഒരു ഭംഗിക്ക് ഇങ്ങനെ രാത്രി ലൈറ്റും കത്തും, ഒരു ഭംഗിക്ക് ആഡ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വെച്ചൊരു ആക്സസറി എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഈ ഒരു റെയിൻ വൈസർ ആണ്. ഇത് എല്ലാവരും സ്ഥിരമായിട്ട് വെക്കുന്ന ആക്സസറിയാണ്. അത് ബൈ ഡിഫോൾട്ട് എല്ലാ വണ്ടിയിലും വെക്കുന്ന ഒരു ആക്സസറി, അത് ആവശ്യമാണ്. അപ്പോൾ ഇതുവരെ വെച്ച ആക്സസറീസിൽ ഏറ്റവും ഉപകാരമുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഗ്ലാസ് ഒന്ന് താത്തിയിട്ട് ഓടിച്ചു പോകുന്ന സമയത്ത് ആസ് യൂഷ്വൽ എല്ലാവരും പണ്ടുതൊട്ടേ ചെയ്യുന്ന സാധനം. അപ്പൊ അത് എന്തായാലും എല്ലാ വണ്ടിക്കും വെക്കുന്നത് തന്നെയാണ് നല്ലത്. വണ്ടിയുടെ ലുക്കും കുറച്ചുകൂടി ബെറ്റർ ആവും അത് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. അതിന് പ്രൈസ് എത്രയായെന്നുള്ള കാര്യം എനിക്ക് ഇപ്പൊ എക്സാക്ട്ലി ഓർമ്മയില്ല. അതും വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്തൊരു ആക്സസറി എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോറിൽ ഈ ഷീറ്റ് വിരിക്കുന്നതാണ്. അതിനിപ്പോ എന്താ പറയാ, എനിക്ക് എക്സാക്ട്ലി എന്താ പറയുന്നത് അറിയില്ല. ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളൊരു ഷീറ്റ് വിരിക്കുന്നത്. പിന്നെ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് വിരിച്ചു. അതിന്റെ മുകളിൽ നമുക്ക് ഈ മാറ്റ് ഉണ്ടല്ലോ, ഈ റിമൂവബിൾ മാറ്റ്, അതും കൂടി വെച്ചിട്ടുണ്ട്. ഇതിന് 3D മാറ്റ് എന്നോ 5D 7D അങ്ങനെ എന്തൊക്കെ ഇതിന് കണക്കുണ്ട്. ഇതിപ്പോ 7D മാറ്റ് എങ്ങനെ വെച്ചെന്നാ പറയുന്നത്. 7D, അപ്പൊ ഓരോ ഡി കൂടുന്നതനുസരിച്ച് ഇതിന്റെ തിക്നെസ് കൂടുന്നു. അതെനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. 1D 2D എന്നൊക്കെ പറഞ്ഞാൽ തിക്നെസ് കുറവായിരിക്കും. സാധാരണ നമ്മളെ പഴയ കാറിലൊക്കെ കാണുന്ന ആ ഒരു മാറ്റ് ഉണ്ടല്ലോ, അതിനാണ് ഇവർ 1D 2D മാറ്റ് എന്നൊക്കെ പറയുന്നത്. 3D 4D 5D 7D വരെ പോകുന്നുണ്ട്. അപ്പൊ അതിൽ അനുസരിച്ചിട്ട് ഇതിന്റെ കട്ടി കൂടും, അതിന്റെ ഗ്രിപ്പോ എന്തൊക്കെയോ കൂടും. അപ്പൊ ഇതിപ്പോ നമ്മളൊരു പ്ലാസ്റ്റിക്, കുറച്ച് കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഹാർഡ് പ്ലാസ്റ്റിക് അല്ല, ബട്ട് ചവിട്ടാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരു റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് മിക്സ് പോലത്തെ ഒരു മെറ്റീരിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അത് ഞാൻ ഷോറൂമിൽ തന്നെ ചെയ്തതാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പൊ ആദ്യം ഇറക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായില്ല. അത് ഇറക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഫ്ലോറിലുള്ള മുഴുവനായിട്ട് വിരിക്കുന്ന ആ ഒരു ഷീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇത് ഞാൻ പിന്നെ ഒരു ദിവസം പോയിട്ട് ചെയ്തതാണ്. അപ്പൊ ഇതും അത്യാവശ്യം ഉപകാരമുള്ള സാധനമാണ്. പെട്ടെന്ന് എടുത്ത് കഴുകാൻ പറ്റും, കഴുകിയാൽ പെട്ടെന്ന് വൃത്തിയാവും. അങ്ങനെ കാലിലുള്ള ചെളിയും മണ്ണൊക്കെ ഇതിങ്ങനെ ഒരു കൊട്ട പോലെ നിൽക്കുന്നതുകൊണ്ട് അത് എടുത്ത്
റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഉള്ളിലേക്കൊന്നും പോവാതെ എന്താ പറയുക മണ്ണൊന്നും അങ്ങനെ ആവാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉപകാരമുള്ള സാധനമാണ്. അപ്പൊ ഇതിന് എനിക്ക് തോന്നുന്നു 3500 അങ്ങനെ എന്തോ ആയിരുന്നു ഈ 70 മാറ്റിന് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് ഡി കുറയുന്നതനുസരിച്ച് അതിന്റെ പ്രൈസും കുറയുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പൊ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ലൊരു മാറ്റ് തന്നെ വാങ്ങിച്ചു വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇത് നമുക്ക് എപ്പോഴും ഉപകാരമുള്ള സാധനമാണല്ലോ. കാര്യം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ചളി ചവിട്ടിയിട്ട് എന്തായാലും കയറും. അപ്പൊ അതൊന്ന് വണ്ടിയുടെ അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഒരു നല്ല മാറ്റ് വെക്കുന്നത് എപ്പോഴും ഉപകാരമുള്ള കാര്യം തന്നെയാണ്. പിന്നെ വരുന്ന ഒരു ആക്സസറി ഈ ഒരു ഫോഗ് ലാമ്പിന് ചുറ്റും വരുന്ന ഈ ഒരു ഗാർണിഷ് ആണ്, ഒരു ക്രോം കളറിലത്. ഫോഗ് ലാമ്പ് ഞാൻ വെച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഫോഗ് ലാമ്പ് വെക്കാൻ വേണ്ടിയിട്ട് 6000 7000 അങ്ങനെ എന്തോ ഒരു പൈസയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളങ്ങനെ മിസ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും അധികം പോകുന്നില്ല. നമ്മൾ ഈ ഒരു ഇതിന് വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്, അത് വെച്ചിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഞാൻ പോയിട്ടുള്ളൂ ഇതുവരെയായിട്ടും. അപ്പൊ ഇനി എപ്പോഴെങ്കിലും അങ്ങനെയുള്ള സ്ഥലം അഡ്വഞ്ചർ ട്രിപ്പ് ഒക്കെ പോവാണെങ്കിൽ അപ്പോൾ വെക്കാം, അല്ലാതെ ആദ്യം തന്നെ വെക്കണം തോന്നിയിട്ടില്ല, അതുകൊണ്ട് വെച്ചിട്ടില്ല. ബട്ട് ഈ ഒരു ആ ഒരു പോർഷൻ ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് ഒരു വലിയ സുഖമില്ലാന്ന് തോന്നിയോണ്ട് അതിന് ഫ്രണ്ടിൽ കുറച്ചുകൂടി രസം വന്നോട്ടെ എന്ന് വെച്ചിട്ട് ഒരു കാർണിഷ് വെച്ചു കൊടുത്തതാണ്. ബ്രസയുടെ ഫ്രണ്ട് കാണാൻ അല്ലെങ്കിലേ വലിയ ഭംഗിയൊന്നുമില്ല. അപ്പൊ പിന്നെ ആ ഒരു ഫോഗ് ലാമ്പും കൂടി ഇല്ലാത്തതിന്റെ ഒരു വൃത്തിയേട് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് വെച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പൊ എനിവേ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിന്റെ പുറകിലൊന്നും എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടില്ലെങ്കിലും വെറുതെ നിന്നാൽ തന്നെ ബ്രസയുടെ പുറക് കാണാൻ അടിപൊളിയാണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ ഈ ഒരു റാ ഷേപ്പിലുള്ള ഒരു ടെയിലിൽ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതും കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സിൽവറിഷ് കളർ ആയിട്ടുള്ള ഒരു സാധനം ഒരു എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ ഇതിന്റെ ഒരു ലോവർ ലിപ്പായിട്ട് ഈ ഒരു കളർ തന്നെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പൊ അതേ കളറിൽ തന്നെ ബാക്കിൽ ഒരു റാ ഷേപ്പിൽ ഒരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ബാക്കിൽ ചെയ്ത ഒരു ആക്സസറി എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും കൂടാതെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു വെച്ച ഒരു ആക്സസറിയാണ് ഈ ഒരു ഡാഷ് ക്യാം എന്ന് പറയുന്നത്. ഇത് ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ടാണ് വണ്ടി എടുത്ത് കുറെ കാലം കഴിഞ്ഞിട്ടാണ് വെച്ചത്. എസ്പെഷ്യലി ബാംഗ്ലൂർ വന്നിട്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ഒരു ആവശ്യകത അറിഞ്ഞിട്ട് വെച്ചത്. അപ്പൊ ഇവിടുത്തെ റോഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് യാതൊരു ബോധമില്ലാത്ത പോക്കാണ്, അറിയാലോ. അപ്പോൾ ഡാഷ് ക്യാം എന്ന് പറയുന്നത് നിർബന്ധമാണ്. അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് വെച്ചതാണ്, ഞാൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാണ്. അപ്പൊ ഇതിന്റെ വയർ ഇവിടുന്ന് പിന്നെ ഇങ്ങനെ പോയിട്ട് ഈ സൈഡിലൂടെ എടുത്തിട്ട് ഇവിടെ ഈ ഒരു നമ്മൾ USB-യിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന് ഏതാണ്ട് ഒരു 5000 രൂപയുടെ അടുത്ത് ആയിട്ടുണ്ട്. ഇത് ക്യൂബോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഡാഷ് ക്യാം ആണ്. പക്ഷെ ഇത് എനിക്കിപ്പോൾ തോന്നുന്നു ഇത് വാങ്ങിക്കേണ്ടായിരുന്നു. കാരണം ഇത് ഫ്രണ്ട് വ്യൂ മാത്രമുള്ള ഒരു ഡാഷ് ക്യാം ആണ്. ഇറ്റ് വർക്ക്സ്, ഇറ്റ് കൈൻഡ് ഓഫ് ഡസ് ഇറ്റ്സ് ജോബ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊരു ഫ്രണ്ട് മാത്രമേ ക്യാപ്ചർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഡാഷ് ക്യാമിന്റെ ശരിയായ ഉപയോഗം വരണമെങ്കിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ക്യാപ്ചർ ചെയ്യുന്ന 2 ക്യാമറ വെക്കണം. ഫ്രണ്ടിലും വെക്കണം, ബാക്കിലും വെക്കണം. എന്നിട്ട് അതിന്റെ ഒരുമിച്ചുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. അപ്പൊ അങ്ങനെയുള്ള ഡാഷ് ക്യാംസ് അവൈലബിൾ ആണ്. അപ്പൊ ഇനി ആരെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തേലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. അതിനൊരു 10,000 ഒരു 10-12,000 രൂപയ്ക്കൊക്കെ നല്ല ഡാഷ് ക്യാം കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ 5000 രൂപ മുടക്കിയിട്ട് ഇത് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെ ഒരു ഡാഷ് ക്യാമിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ അന്ന് അത് ചിന്തിച്ചില്ല, ഞാൻ വിചാരിച്ചു ഇത് മതി നേരിച്ചിട്ട് അത് വാങ്ങിച്ചാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു ഉള്ളത്. പക്ഷെ ഒരു ഡാഷ് ക്യാം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. നമ്മളിപ്പോ ബാംഗ്ലൂർ അല്ലെങ്കിൽ നാട്ടിലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിലും നാട്ടിലെ റോഡിന്റെ അവസ്ഥയൊക്കെ ഇപ്പൊ അറിയാലോ, പണിയൊക്കെ നടക്കണം, ഹൈവേന്റെ പണിയൊക്കെ നടക്കണം. അപ്പോൾ എന്തുകൊണ്ടും ഡാഷ് ക്യാം വെക്കുന്നത് നല്ലതാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എങ്കിൽ നമുക്കത് പറഞ്ഞ് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഡാഷ് ക്യാം ആണല്ലോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെ അതും വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ആക്സസറീസിന്റെ ലിസ്റ്റ്. ഇനി എനിക്ക് ആഡ് ചെയ്യണം എന്നുള്ള ഒരു ആക്സസറി ഞാൻ പറയാം. അത് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ആണ്. ഇവിടെ വരുന്ന ഒരു സെന്ററിൽ വരുന്ന ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിന്റെ ടോപ്പ് എൻഡ് മോഡൽ, അതായത് ZXi പ്ലസിൽ മാത്രമേ മാരുതി കൊടുക്കുന്നുള്ളൂ. മീൻവൈൽ കിയ സോണറ്റിലൊക്കെ അത് മിഡ് വേരിയന്റ് തൊട്ട് കൊടുക്കുന്നുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷെ ഈ ഒരു വണ്ടിയിൽ എന്തായാലും ടോപ്പ് മോഡൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ZXi വാങ്ങിച്ചിട്ട് പോലും അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഇനി എനിക്ക് അത് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതും ഞാൻ ഇതേപോലെ വണ്ടി ഇറങ്ങുന്ന സമയത്ത് തന്നെ ഷോറൂമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരവിടുന്നത് ആക്സസറി ആയിട്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ നേരത്തെ സ്റ്റിയറിംഗിന്റെ കാര്യം പറഞ്ഞ പോലെ അതും എക്സ്ട്രാ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതും നോർത്ത് ഇന്ത്യ സൈഡിൽ ഇവിടെയൊക്കെയാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ അന്വേഷിച്ചിട്ടില്ല, ഇവിടെ ബാംഗ്ലൂർ ഇത് കിട്ടേണ്ടതാണ്. എവിടെയെങ്കിലൊക്കെ ആയിട്ട് ആക്സസറി ഷോറൂമിൽ കിട്ടുമായിരിക്കും. മേ ബി മാരുതിയുടെ അല്ലെങ്കിലും വേറെ ഏതെങ്കിലും മാനുഫാക്ചറിന്റെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ അത് ആലോചനയിലുണ്ട്. ഇപ്പൊ 2 കാര്യങ്ങളാണ് ഇനി എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നത്. ഒന്ന്, പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്റ്റിയറിങ്ങിന് ലെതർ റാപ്പ് ചെയ്യാം. ദെൻ ഇവിടെ ഹാൻഡ് റെസ്റ്റും ഒരു സ്ലൈഡിങ്ങോ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സാധാരണ ഒരു ഹാൻഡ് റെസ്റ്റും കൂടി വെക്കുക എന്നുള്ളത്. ഓൾ റൈറ്റ്, അപ്പൊ അത്രയൊക്കെയാണ് ആക്സസറീസിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് ആക്സസറീസ് വാങ്ങിച്ച് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതേപോലെ ആക്സസറീസ് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എനിക്ക് ഉപകാരപ്പെടും, ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും. ഓൾ റൈറ്റ്, അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് പരിഗണിക്കുക.
ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഐ വിൽ ട്രൈ ടു ഡു വീഡിയോസ് എ ലിറ്റിൽ ബിറ്റ് മോർ ഫ്രീക്വൻ്റ്ലി. കുറച്ചുകൂടി വേഗത്തിൽ വീഡിയോസ് ഇടാൻ നോക്കാം. എനിവേ, ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒരു ഹോബി പ്രൊജക്ട് എന്നുള്ള രീതിയിൽ തുടങ്ങുമ്പോൾ ഇത് ഇത്രയെങ്കിലും സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ജസ്റ്റ് ഒരു ഹോബി പ്രൊജക്ട് എന്നുള്ള രീതിയിൽ പ്യുവർലി ഒരു ഹോബി പ്രൊജക്റ്റ് ആയിട്ട് തുടങ്ങിയ ഒരു സാധനമാണ്. അപ്പോൾ അതിൽ ഇത്രയും ആൾക്കാരെങ്കിലും എന്നെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്തു. ആ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഡെയിലി കൂടുന്നുണ്ട്. 1-2 വീഡിയോസിന് അറൗണ്ട് ഒരു 45K 48K ഒക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഈ വീഡിയോയിലുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബി സേഫ്. ബൈ ബൈ.